നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, എത്രയും പെട്ടെന്ന് ലച്ചുന് സുഖമായി കണ്ടാ മതിയായിരുന്നു. പാവൻ ലച്ചു. ഞാൻ എല്ലാ ദൈവങ്ങളോടും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കുട്ടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് നന്നായി. ഞാൻ കരുതി ദ്രോഹിക്കാനാണെന്ന്. എന്ത് ദ്രോഹം? എന്തൊക്കെയാ സഞ്ജു നീ പറയുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ. ഞാൻ കരുതി. എന്ത് കരുതി? അല്ല, ഒന്നുമില്ല. ഭയങ്കര ചൂട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒന്ന് നിക്കണേ. ഇത് കഴിച്ചിട്ട് പോയിക്കോളൂ. സംഭാരമാണ്. ഇവിടെ വരുന്നവർക്കെല്ലാം ഇത് പതിവാ. സംഭാരമൊന്നും എനിക്കിപ്പോ വേണ്ട. മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വരുന്നവർക്കെല്ലാം മുത്തശ്ശൻ സംഭാരം കൊടുത്തേ വിടൂ, പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത്. അതിന്റെ ആവശ്യമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. ഇത് കഴിക്കുന്നേ. അപ്പച്ചല്ലേ പറഞ്ഞു ഇപ്പൊ നല്ല ചൂടാന്ന്. ദേ, അതിന് ബെസ്റ്റാണ് ഈ സംഭാരം. വാങ്ങി കഴിക്കുന്നേ. ഇല്ലെങ്കിൽ ഇവർക്കെല്ലാം വിഷമാവില്ലേ? സംഭാരം മനകളിലൊക്കെ പതിവാണല്ലോ. കഴിച്ചേക്കാം. ഇവിടെ അതിഥി സൽക്കാരമൊക്കെ കുട്ടിക്കാലം മുതലേ എന്റെ ചുമതലയാ. സഞ്ജുനെ തിരുമേനി വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. കുറച്ച് വിശ്രമിച്ചിട്ട് പോയാ പോരെ? അത് ലച്ചുനെ കണ്ടല്ലോ, എനിക്ക് സമാധാനമായി. ഇനിയിപ്പോ ഞാൻ പോയിക്കോട്ടെ. ആക്ച്വലി ഡ്രൈവറിനെ പറഞ്ഞു വിട്ടിട്ടാ ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോ ഒത്തിരി ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാനുള്ളതല്ലേ. എന്നാ സൂക്ഷിച്ചു പോണം കേട്ടോ. ഇനി അങ്ങോട്ട് ശരിക്കും വളവുകളുള്ള റോഡാ, ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ശരി. ഈ വിവരം ഒന്ന് ദക്ഷയെ അറിയിച്ചേക്കാം. ഹലോ കവിത. ഞാനിവിടെ എത്തി കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇനി ലച്ചു ശല്യം ആവില്ല. ബാക്കിയൊക്കെ നേരിൽ. ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.